ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് വന്നൊരു വീഡിയോ ഉണ്ടല്ലോ, നമുക്ക് എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രയാസങ്ങളില്ലാത്ത ആരും ഇല്ലല്ലേ, അത് പെട്ടെന്ന് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പവർഫുൾ ദിക്റാട്ടോ. ആ ദിക്റ് നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം മൂന്നെണ്ണം വീതം ഓതുകയാണെങ്കിൽ പിന്നെ നമ്മുടെ എന്ത് പ്രയാസമാണെങ്കിലും, സഹിക്കാൻ കഴിയാത്ത പ്രയാസമാണെങ്കിൽ നമുക്കത് നീങ്ങിക്കിട്ടും. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. പിന്നെ എന്താ പറയുക, എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നല്ലൊരു വിശ്വാസം വേണം ആദ്യം. പിന്നെ 5 വക്ത് നിസ്കരിക്കുക, ഖളാ ആക്കാതെ നിസ്കരിക്കാൻ നോക്കുക. നിസ്കാരം കുറച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്. സമയമുണ്ടെങ്കിൽ സമയത്തിൻ്റെ ആദ്യം തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എത്ര 24 മണിക്കൂറില്ല, അതിൽ നമ്മൾ പിന്നെ 5 സമയത്ത് 5 മിനിറ്റ് വെച്ച് നിന്നാൽ പോരെ. അത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അങ്ങനെ ഒരു ചിന്ത വന്നാൽ തന്നെ നമുക്ക് നിസ്കാരം മുടങ്ങൂല. നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ചോ നടത്തി തരുന്നില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കലുണ്ടാവും റബ്ബിൻ്റെ അടുത്ത്. അത് ഒന്നുകൊണ്ടും അല്ല, റബ്ബിനോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പഠിച്ചോൻ തരൂല. നമ്മളെ ക്ഷമ പരീക്ഷിക്കുന്നതാണ് അത്. അപ്പോൾ എല്ലാവരും രീതിയൊക്കെ ദിക്ർ ചൊല്ലി നോക്കട്ടോ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. നല്ല ദിക്റാണ്, നല്ല പവർഫുൾ ദിക്റാണ്. ഒറ്റൊരായത്ത് പോലെ ഉള്ളൂ, അല്ലെ, കുഞ്ഞൊരായത്ത് പോലെ. ശരിക്കും പറഞ്ഞാൽ ഒറ്റൊരു വരിയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കട്ടോ. പിന്നെ ഞാനെല്ലാ നിസ്കാരത്തിന് ശേഷം 3 വെച്ച് ഓതലുണ്ട്. അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ ഒരുപാട് ദിക്ർ ചെല്ലുന്ന കൂട്ടത്തിൽ നമ്മൾ എത്ര ചെല്ലണ്ടാൻ ശ്രമിച്ചാലും പിന്നെ അത് വരും, അതിൽ വരും. ആ ചെല്ലി ശീലമായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ച് നോക്കട്ടോ. എത്ര വലിയ പ്രയാസമാണെങ്കിലും നിങ്ങൾ ആദ്യം റബ്ബിനോട് അത് ഷെയർ ചെയ്യുക. ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ റബ്ബിനോട് പറയുന്നുണ്ട്, നമ്മൾ ദിക്റും സ്വലാത്തും ഒക്കെ തന്നെ മുറുകെ പിടിച്ച് നോക്കിയൊക്കെ ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ കഴിയും. അല്ലെങ്കിലും മറികടക്കും, പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതുപോലും മറികടക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 വെച്ചെങ്കിലും ഓതാൻ ശ്രമിക്കുക. പിന്നെ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ, സമയമുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് മതി. 100 തവണ ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് കണക്ക് വെച്ചിട്ട് ഓതി നോക്ക്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ദിക്റുകളുണ്ട്, ഇത് മാത്രമല്ല ഒരുപാട് ദിക്റുണ്ട്. ഞാൻ ഇത്തരം വീഡിയോകളുമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനിയും വരും. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ എല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ നിസ്കാരം മുറുകെ പിടിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ആരോടും ദേഷ്യവും വെറുപ്പും പകയൊന്നും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് വേണം. എന്തിനാ നമ്മൾ ഇന്ന് കണ്ടത് നാളെ കാണുന്നില്ല. നമ്മൾ ഇരുന്ന സ്ഥലത്ത് എണീക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ തീർക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചെയ്തിട്ട് കാണണം. അതേപോലെ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ എല്ലാവർക്കും